പരമ്പര പഞ്ചാഗ്നി ഈ വരുന്ന തിങ്കളാഴ്ച ആരംഭിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ. ഞാൻ നോക്കിയല്ലേ ഉള്ളൂ. നിന്ന എടുത്തോ. എടുത്തോ. നീ നല്ലത് വാങ്ങല്ലോ. ചെറിയമേലെ സ്വഭാവം നിനക്ക് അറിഞ്ഞു. അത്രയ്ക്കായ ഞാൻ അടിക്കും. ഞാൻ ഞാൻ നോക്കിയതുള്ളൂ. കൊച്ചിന്റെ ടോയ്സ് നീ എന്തിനാ എടുക്കാൻ പോയത്? എടി നിനക്ക് കളിപ്പാട്ടം വെച്ച് കളിക്കണ പ്രായം കഴിഞ്ഞില്ലേ? കണ്ടാ തോന്നുന്നു എനിക്ക് ഒരു 15 വയസ്സുണ്ടെന്ന്. വേണ്ട, തർക്കുത്തരം വേണ്ട. വിട് പോ, തട്ടിട്ട് ഇറങ്ങി പോയെ. ചുമ്മാ ചേട്ടാ. ചുമ്മാ ഇരിക്കാനാ? ഡേ നീ വാങ്ങട്ടാ. ചേട്ടനടിച്ച് ഞാനും തിരിച്ചടിക്കും. തിരിച്ചടിക്കുന്നോ? ഡേ കൊച്ചാ, ഞാൻ നിന്റെ ചേട്ടനാണ്. എത്ര വയസ്സിന് മൂത്തെന്ന് അറിയോ ഞാൻ? ചേട്ടനേക്കാളും മൂത്തല്ലേ ലച്ചു ചേച്ചി. എന്നിട്ട് ചേട്ടൻ ലച്ചു ചേച്ചിയോട് വിലക്കിടുന്നയോ? പാറു വേണ്ട, നിന്റെ ലിമിറ്റ് കഴിഞ്ഞേട്ടാ. ഞാൻ കുറെ നേരം നോയിക്കൊണ്ടിരിക്കുന്നത്. നീ എന്തെങ്കിലും വിചാരിച്ച്? നിന്നെ ചെറുതല്ലേ എന്റെ ഈ തോളത്തിട്ടാണ് ഞാൻ വളർത്തിയത്, കേട്ടല്ലേ? കൊച്ചല്ലേടാ, അതിന്റെ അടുത്ത് എങ്ങനെ സംസാരിക്കണം നീ? കൊച്ചാ ഇതാ ഈ വീട്ടിൽ ജനിക്കണ എല്ലാണോ ജനിക്കുമ്പോ തന്നെ 25 വയസ്സാണ്. അച്ഛനാണ്. കണ്ട അമ്മായിക്ക് അറിയൂ, 2 കൊല്ലം മുമ്പ് വരെ എന്റെ ഈ തോളത്തിട്ടാണ് തുടങ്ങും. തോളയിട്ട് വളർത്തിയതാണ്, ചോറ് വാരി തന്നതാണ്, മുട്ടയെ വാങ്ങിച്ചതാണ്, കുളിപ്പിച്ചതാണെന്നൊക്കെ. പിന്നെ ഇടയ്ക്ക് സംസാരിക്കാത്ത ഒരാള് എന്തോന്നടാ രാവിലെ കൊച്ചു പിള്ളേർ തങ്കത്തിന് ഇറങ്ങിയിരിക്കണം. ഇറങ്ങി ഇറങ്ങി. ഞാൻ ഇറങ്ങി പോണു ഇപ്പൊ. പിന്നെ അമ്മായി ഇവിടെ ഉള്ളതുകൊണ്ട് നീ രക്ഷപ്പെട്ടു കേട്ടാ. എണ്ണി വെച്ചോ നീ. ഇല്ലെങ്കിൽ പിന്നെ അമ്മായി കണ്ട മക്കളെ പാറു, നീ പറയണ കേട്ടോ. നിന്റെ ചേട്ടനെ വിവരമില്ല. മക്കളെ നീ മിണ്ടായിരി. ഇവളുടെ അടുത്തൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ. നിന്റെ ചേട്ടനെ വിവരമില്ല. അതുകൊണ്ട് നീ എങ്കിലും അമ്മായി പറയണ കേക്ക്. മനസ്സിലായ? കൈകൊട്. ഇതെന്തിന്? എനിക്ക് വിവരമില്ലെന്ന് പറഞ്ഞില്ലേ? കണ്ട അടുത്ത് തുടങ്ങിയതണ്ട. അച്ഛൻ ഇങ്ങോട്ടൊന്ന് വന്നോട്ട്. എനിക്ക് ചിലവരുടെ കാര്യമൊക്കെ പറയാനുണ്ട്. അത് കഴിയുമ്പോ പാറുവിന്റെ കാര്യം ദാരുണമായിരിക്കും. പാവം ഞാൻ അച്ഛൻ്റെ അടുത്ത് കുറച്ച് കാര്യം പറയുന്നുണ്ട്. ഞാൻ ഇതിനൊന്നും ഉണ്ടല്ലോ. ഞാൻ അമ്മായി പറഞ്ഞു മനസ്സിലാക്കടാ. നീ ഇവള് ചങ്ക് ബ്രോസ് അല്ലേ, പിന്നെ ഇപ്പൊ എന്ത്? ചങ്കൊക്കെ പോയി. ഇനി നിനക്ക് വേറെ വഴി, എനിക്ക് വേറെ വഴി. ഞാൻ നിന്നോട് സംസാരിക്കാൻ പറ്റൂല. നീ ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട കേട്ടാ. സന്തോഷം. പൊന്നു കേശു, നീ ഒന്ന് പോ പ്ലീസ്. പറയണ കേള്. കേശു പോയ എടുക്കാം. അവിടെ അടുത്തൊരു കാര്യം പറഞ്ഞോട്ടെ മക്കളെ. കേശുടെ പാവമല്ലേ, ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ ഒന്നും സംസാരിക്കില്ല കേട്ടോ. പാവൊക്കെയാണ്, പക്ഷെ കോളേജിൽ പോയതിനു ശേഷം ഭയങ്കര ജാട. അതൊക്കെ പറ. കേശുടെ കേട്ടാൽ ഇപ്പൊ ഇങ്ങോട്ട് വരും. കേക്കായിരിക്കാൻ എന്റെ ചെവിക്ക് കുഴപ്പമൊന്നുമില്ല. എല്ലാം ഞാൻ കേട്ട്. എന്താടി കോളേജിൽ പോയതിനു ശേഷം എനിക്ക് ജാട അല്ല. ഇനിയേ കേശുവിന്റെ ലോകത്തിൽ പാറുമില്ല. കട്ട് 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 കട്ടോ കട്ട് കട്ട്. വാ നമുക്ക് പോവാം. വാ പോവാം. സമാധാനമായി രണ്ടുപേർക്കും. എപ്പോഴും ചെറുക്കന്റെ വില 4 രൂപ. ഹലോ പാറുവേ. എന്താ ഒന്നും പറയാതെ കയറി വന്നേ? ഇന്നാരെ വിളിച്ചു? പാറുവേ ഹലോ. എന്താ വെറുതെ ഒന്ന് കാണാൻ. ഓ അതിനായിരുന്നോ? എന്നെന്തോന്ന് വിചാരിച്ച്? ഞാൻ വിചാരിച്ചു ഞങ്ങൾക്ക് എന്തെങ്കിലും മേടിച്ചോണ്ട് വന്നേ. ഓ അങ്ങനെ എപ്പോഴെപ്പോഴും വാങ്ങിക്കാൻ അച്ഛൻ്റെ പൈസയൊന്നുമില്ല. ആര് പറഞ്ഞൊന്ന് വാങ്ങിച്ചിട്ട് വരാൻ? ഇടയ്ക്ക് മിഠായിയൊക്കെ വാങ്ങിച്ചിട്ട് വരാറില്ലേ? അതിന് ദൂരം പൈസ വേണം. അയ്യോ നമുക്ക് മുട്ടായൊക്കെ വാങ്ങിച്ചെടുക്കാനുള്ള പൈസയുള്ളേ. എന്നെ പോലെ വലിയ ഓഫീസർ പദവി നമുക്കില്ല. കല്ല് വിളിഞ്ഞു വാ. അക്കൊക്കെ ഒരു കാര്യം തരാം. ഇതാ ഡോക്ടർ സെറ്റ്. മക്കള് ഇത് കളിച്ച് കളിച്ച് പഠിച്ച് വലിയ ഡോക്ടറാണ്. അപ്പൊ അപ്പനെ നോക്കോ, ചികിത്സിക്കോ? നല്ല കൊടുക്കുമ്പതാ. അയ്യോ നിനക്കിതാ ബുക്ക്. ഇത് വായിച്ച് നല്ല ജനറൽ നോളജ് കേട്ടു. ജനറൽ നോളജ് ബുക്കോ? എന്തുവാ ജനറൽ നോളജ് എന്താണെന്ന് പോലും ആ കൊച്ചിന് അറിയില്ല. എന്തിനാണ് ആ ബുക്ക് വാങ്ങിച്ചു കൊടുത്തത്? ഈ ബുക്ക് വായിക്കുന്നതിലൂടെ അവർക്ക് നല്ല ജനറൽ നോളജ് വരും, ലോകവരമൊക്കെ വരും. എൻ്റെ മോള് നല്ല അറിവുള്ള കുട്ടിയായിട്ട് മാറും. ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ വല്ല 4ാം ക്ലാസ് 5ാം ക്ലാസ് ഒക്കെ ആയിട്ട് വാങ്ങിച്ചു കൊടുത്താൽ പോരെ കളിയാ? ചേട്ടാ എൻ്റെ കൊച്ചു ഇതൊന്നും വായിക്കാറായില്ലേ? വായിക്കാറായില്ലേ എന്ന് ചോദിച്ചാൽ വായിക്കാറായില്ല. പക്ഷേ
ഇപ്പോഴത്തെ 1 2 എന്തോരം ജനറൽ നോളജാ അല്ലേ? ശരിയാണ്, കാലം മാറി. പഴയ തറ പറ പറഞ്ഞെങ്കിൽ പാക്ക് വേണം. നമ്മളെ കല്ലു നോക്കട്ടാ, കളിപ്പാട്ടം നോക്കട്ടെ. മക്കള് കളിപ്പാട്ടം വെച്ച് കളിച്ചോ. പാറുവേ ജനറൽ നോളജ് നന്നായിട്ട് പഠിക്കണം കേട്ടാ. അച്ചോയ്, പാറുവിന് അറിവിന്റെ പുസ്തകം ഇനിയും മേടിച്ചു കൊടുക്കണം കേട്ടാ. ആ, ഞാൻ മേടിച്ചു കൊടുക്കും. മക്കളെ വായിക്കണേ. എന്താടാ വല്ലയിടത്ത് വിഴുങ്ങിയ? അല്ലമ്മ, ഞാനൊരു ജനറൽ നോളജിന്റെ ബുക്ക് വായിച്ച് അങ്ങനെ വയറ് നിറഞ്ഞതാ. ഡേയ്, എങ്ങനെയുണ്ട് നിന്റെ പഠിത്തമൊക്കെ? എന്റെ പെടുത്തു മാമ, ഈ സാഹിത്യത്തിൽ മാത്രമല്ല, സാഹിത്യേതര ഭാഷാ സങ്കേതങ്ങൾ, അതായത് ഭാഷയുടെ അതിൻ്റെ ഉൽപ്പത്തി, ഘടന, വ്യാകരണം തുടങ്ങിയ വിഷയങ്ങളിൽ ഗഹനമായ ഒരു വീക്ഷണ കോണിലൂടെ പ്രതിപാദ്യമായി നിറങ്ങുന്ന കേശു എടേ അന്ധക്കാരണം പൊട്ടണടേ, നിർത്തടേ ഒന്ന്. ഞാൻ എന്റെ ഭാഷയെ വാരി വെതറില്ല. യഥാ പിതാ തതോ പുത്ര. യഥാ തന്ത അതോ ഗതി പുത്ര. ഞാൻ എന്റെ ചെറുക്കനെ ഭാഷാ പണ്ഡിതനായിട്ട് വളർത്തുകയാണ്. വായിക്കും. മക്കള് പോയി പടി, പടി. എപ്പോഴും പടി പടി എന്ന് പറയാൻ വേണ്ടി കൊച്ചമ്മയ്ക്കാണ് പഠിക്കുന്നത്. ആ, പിന്നെ കളിച്ച് പടി. പഠിച്ചിട്ട് കളി, അല്ലെങ്കിൽ കളിച്ചിട്ട് പടി. ഓ, ഈ അങ്ങോട്ടും ഇങ്ങോട്ടും തെരപ്പര നടന്നാ മതി, ഒന്നും കഴിക്കണ്ടേ? അതിപ്പോ മാവനും അങ്ങനെ തന്നെ. ഒരിടത്ത് അടങ്ങി ഇരിക്കില്ല. ആദ്യം വാഴപ്പട്ടങ്ങളാക്കി, അവിടെ നോക്കുമ്പോൾ തെങ്ങും തോപ്പുകളാക്കി, പിന്നെ മരിച്ചു കുഴി എടുത്തോണ്ടിരിക്കണ അവിടെ എവിടെ കാണും മാമൻ. അതെ, എനർജി ആണല്ലയ്യ, എനർജി. ഒരു കാര്യമില്ല. കിച്ചണിലേ കാണാം. ഓ ചേച്ചി, ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം. വേണ്ട ചേച്ചി, റെസ്റ്റ് എടുത്തു. നീ അവളെ നോക്കി ഇങ്ങനെ കറങ്ങി വീട്ടിൽ നിന്നാ മതിയാടാ. പിന്നല്ലാണ്ട് കാര്യങ്ങൾ എങ്ങനെ? എന്തോന്ന് കാര്യങ്ങള്? അപ്പൊ ഇവിടെ തന്നെ കയറി നിൽക്കാൻ തീരുമാനിച്ചാ? ചേച്ചി എന്ത് ചേച്ചി? എന്ത് പറഞ്ഞാണോ ചേച്ചി? പറഞ്ഞത് സത്യമല്ലേ? ഇങ്ങനെ നിന്നാ മതിയാ? നിന്റെ കയ്യിലെ പൈസ മൊത്തവും തീരും. പിന്നെ നിന്റെ ബിസിനസ് ഒക്കെ എങ്ങനെ നടക്കും? ഒന്നും മുന്നോട്ട് ഇറങ്ങണില്ലല്ലോ. ആ, എവിടെ മുന്നോട്ട് ഇറങ്ങാം? കുറച്ച് കഴിയുമ്പോൾ ഗൾഫിൽ പോകും. പോവും, അങ്ങനെ തന്നെ. അങ്ങോട്ടല്ലേ അങ്ങോട്ട് പോ. അടക്കളെ പോ. ഹലോ മാഡം, ഭയങ്കര ജോലിയിലാണല്ലോ. ഒന്നാതെ ലച്ചു ഇവിടെ ഇല്ല, അപ്പൊ ഞാൻ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ചേച്ചിക്ക് ഒരു ഹെൽപ്പ് ആവുമല്ലോ. ഓ സോറി. നല്ല ക്ലീനിങ്. അബദ്ധം പറ്റിപ്പോയി ശ്രീ. പാവം ചേച്ചി എന്തായാലും ജോലി ചെയ്യണോ അല്ലേ? ചേച്ചി എല്ലാം ചെയ്യണം ഭയങ്കര സന്തോഷത്തോടെയാണ്. നമ്മൾ എന്തെങ്കിലും സന്തോഷത്തോടെ ചെയ്താലേ നമുക്ക് ഒരു മടുപ്പം തോന്നൂല ശ്രീ. സോ യു ഹാപ്പിലി ഡു എവരിതിങ്. യെസ്. അച്ഛൻ വാങ്ങിച്ചെന്ന കളിപ്പാട്ടം കൊണ്ട് നടക്കണോ? ഇഷ്ടപ്പെട്ടാ? വലിയ കുഴപ്പമൊന്നുമില്ല. വലിയ കുഴപ്പമൊന്നുമില്ലേ? എനിക്ക് കുറേ ചോയ്സ് ആണ്. മക്കൾക്ക് ഇനിയും കളിപ്പാട്ടം വേണോ? വാങ്ങിച്ചെന്ന കളിപ്പാട്ടമൊക്കെ തല്ലി പൊട്ടിക്കല്ലേ? അല്ലേ? ഇങ്ങനെയാണെങ്കിലേ കുടുംബം വിറ്റ് കളിപ്പാട്ടം വാങ്ങിക്കേണ്ടി വരും. പിന്നെ കൊച്ചു പിള്ളേർക്ക് കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കണ്ടേ? കൊച്ചു പിള്ളേർക്ക് കളിപ്പാട്ടം മേടിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷെ കൊച്ചു പിള്ളേരെ പോലെ ഇരിക്കുന്ന ചിലവരുണ്ട്, അവർക്ക് മേടിച്ചു കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒരു കാര്യം ചെയ്യ്, മക്കൾ രണ്ടുപേരും കൂടെ പുറത്ത് വരാന്തേല റൂമിൽ അങ്ങനെ പോയി കളി. ശരി. ഇപ്പൊ കല്ലു ആരെയും കളിപ്പിക്കത്തില്ല. കല്ലുമോളെ കളിപ്പാട്ടമൊക്കെ സൂക്ഷിച്ചോ. കളിയാമ്പാ. ഞാൻ കളിക്കാൻ പറയാം, പക്ഷെ വേറെ ചില ആൾക്കാരെ കളിക്കാൻ കൊണ്ടുപോകുമ്പോൾ നീ സൂക്ഷിക്കണം. കളിപ്പാട്ടമൊക്കെ ചിലപ്പോൾ അവർ എടുത്തുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. ഡേടേ ഇറങ്ങി പോടേ, പിള്ളേർ താണ് കിടന്ന് ചൊറിയണവേ. പിള്ളേരെ പോലെ ഒന്നും നമ്മൾ ചൊറിയാൻ പോകില്ലല്ലോ. അയ്യോ, പിള്ളേരെ പോലെ നിന്നാ നമ്മള് ഈ പറയണ ആളെ 5ാം ക്ലാസ് 6ാം ക്ലാസ് വരെ കാണിച്ച കണ്ണന്തിരികളെ കുറിച്ചൊന്നും പറയാതിരിക്കണാണ് നല്ലത്. കണ്ണന്തിരിവ് എന്ന് പറഞ്ഞിരുന്നാല് കുസൃതി വികൃതി. പക്ഷെ ഇവൻ കാണിച്ചതിന്റെ വികൃതി കുസൃതി എന്നൊന്നും പറയാൻ പറ്റൂല. അത് കണ്ണന്തിരിവ് തന്നെയാണ്. ഒരുമാതിരി മനുഷ്യരെ ദ്രോഹിക്കുന്ന വികൃതി. കുട്ടുമാമ, ഇതൊന്ന് കുട്ടുമാമ, നീ കാണിച്ച ഓരോന്നും പറയട്ടാ. ഉരുകണ കാണണോ? ആവേശം കണ്ട എന്റെ അടുത്ത് ചേട്ടൻ മിണ്ടണ്ട. ആരും മിണ്ടാകുമ്പോഴല്ലേലും നിന്റെ അടുത്ത് പടി. ഡേടേ രണ്ടും കൂടെ മിണ്ടായിരുന്നു. ഞാൻ ചേച്ചിയെ പോലെയൊന്നും അല്ലേ, ചട്ടുവൊന്നും ഇട്ട് അടിക്കില്ല, ചവിട്ടി കൂട്ടും ഞാൻ. അയ്യോ, ഇയാൾ ചവിട്ടി കൂട്ടാനൊന്നും നിൽക്കണ്ട. ഒരുപാട് കാര്യങ്ങളുണ്ട്. സംഭവം നടക്കട്ടെ, വർക്ക് നടക്കട്ടെ. ഈ പാത്രം ഒന്ന് കഴിവോ പ്ലീസ്? അല്ലേ, മക്കൾക്ക് മേടിച്ചു തന്ന കളിപ്പാട്ടം കൊണ്ട് മക്കൾ പോയി കളിക്കില്ലേ? പഠിക്കണം നാം, പഠിച്ചു വളരണം. ജനറൽ നോളജ് പഠിക്കൂ. കളിപ്പാട്ടം ദുഃഖമാണുണ്ണി. ജനറൽ നോളജ്. എന്തോന്നടേ നീ സാഡിസ്റ്റാ കൊച്ചു പിള്ളേരെ കരയിപ്പിക്കാൻ വേണ്ടി? എവള് കുറച്ച് കടുക്കാനുണ്ട്. കുഞ്ഞു ഉറങ്ങുവാന്നോ? ഭയങ്കര ഇറക്കം അമ്മ. ഉറക്കം വരാ കുഞ്ഞിന്? കളിക്കണ്ടേ കല്ലുവിന്റെ ഒപ്പം? കല്ലു കളിപ്പിക്കുന്നില്ല, ഒരു സാധനം പോലും എടുക്കാൻ സമ്മതിക്കുന്നില്ല.
കുഞ്ഞല്ലേ? അല്ല കുഞ്ഞേ, ചേച്ചിനെ കളിപ്പിക്കുന്നില്ലേ? കളിപ്പിച്ചായിരുന്നു. ചേച്ചി കുഞ്ഞമ്മയല്ലേ? അല്ലെങ്കിൽ തന്നെ കല്ലു എന്തിനാണ് അവളെ കളിപ്പിക്കേണ്ട കാര്യം? എവക്ക് അച്ഛൻ നല്ലൊരു സാധനം മേടിച്ചു കൊടുത്തിട്ടില്ലേ? അത് കഥാബുക്കൊന്നും അല്ലല്ലോ. എടി നല്ല സ്റ്റാൻഡേർഡ് ജനറൽ നോളജിന്റെ ബുക്കാണ് നിന്റെ കുഞ്ഞൊക്കെ മേടിച്ചു കൊടുത്തേക്കുന്നത്. വായിക്കിട്ട് എന്നാണ്ടിരിക്കടാ. ഇതെന്തോന്ന് അറിയത്തില്ലേ? ഇത് സ്റ്റെതസ്കോപ്പ്. ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നോക്കിയതേ. ഇതിങ്ങനെ അത് സിറിഞ്ച്. കുഞ്ഞു പറഞ്ഞേ സിറിഞ്ച്. ഇതെന്താ? സ്റ്റെതസ്കോപ്പ് എന്ന് പറഞ്ഞേ. സ്റ്റെതസ്കോപ്പ് എന്ന് പറഞ്ഞേ. കളിയാക്കരുതും കൈ ഉറങ്ങാനാ ഈ പൊട്ടാപ്പകല്ല. ഇനി കുഞ്ഞു പാറ കുഞ്ഞിന്റെ ഒപ്പം കളിക്കവോ? ആ എന്നാ എടുത്തോ കളിക്ക. അച്ഛൻ എന്ത് വാങ്ങിച്ചോണ്ട് വന്നാലും ഇത് തന്നെ സ്ഥിതി. അല്ലേ തന്നെ കൊച്ചു പിള്ളേരുടെ സാധനം എവളൊക്കെ എന്തിനെടുത്ത് വെച്ച് കളിക്കണത്? വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോ എന്തോന്ന് എന്താ ചേച്ചി? പൊന്നെ, ഇതൊക്കെ എന്ത് ദേഷ്യമാണിത്? എന്തോന്നാണ് ട്ടാ ബഹളം? എന്നെ ഇത് വാരിപ്പറക്കിട്ടിരിക്കുന്നു. പാരോ മക്കളെ, നിനക്ക് എന്താണ് കുഴപ്പം? അടി വാങ്ങും കേട്ടാ. ആ കരണ്ട. എന്നെ ഇടിച്ചിട്ട് അവള് കരയണ ഇതാണത്. കരണ്ട പോട്ടേട്ടാ. കുഞ്ഞിന് അമ്മ എല്ലാം വാങ്ങിത്തരാം കേട്ടാ. കേട്ടോ? കുഞ്ഞിന്റെ ഒപ്പം അമ്മ കളിക്കാം. കുഞ്ഞിന് ഒത്തിരി സാധനങ്ങൾ വാങ്ങിച്ചു തരാം കളിക്കാൻ. പോരെ? ഒരു വന്നേ. നല്ല കുഞ്ഞാണേ. കൊച്ചിനെ കരയിപ്പിക്കില്ലടാ. മക്കള് കരയണ്ട കേട്ടാ. കല്ലൂരല്ലേ എല്ലാരും വാങ്ങിച്ചു കൊടുക്കുന്നേ. എനിക്ക് ഒന്നും വാങ്ങിച്ചെടുത്തില്ലല്ലോ. കുഞ്ഞിന് അമ്മയില്ല വാങ്ങിച്ചു തരാൻ. കുഞ്ഞിന് അമ്മയെല്ലാം വാങ്ങിച്ചു തരൂല്ലേ? കരയണ്ട കേട്ടാ. ഒക്കെ മുറ്റാണ്. മക്കൾക്ക് എന്ത് വേണോ? കുട്ടുമാമൻ വാങ്ങിച്ചു തരും. ആരും വാങ്ങിച്ചെടുത്തില്ല. വാങ്ങിച്ചതിന് കാര്യം എന്തോന്നു? ആണ്ടാ വാങ്ങിച്ചെന്നൊക്കെ ഇവിടെ നക്കറുക്കറായിട്ടാക്കി കിടക്കയില്ലേ? എന്തെങ്കിലും വല്ലപ്പോഴും വാങ്ങിച്ചോണ്ടും വരും. അതിന് തുടങ്ങും ഒരു പോരും. 2 ചാക്ക് കളിപ്പാട്ടാണ് ആ സ്റ്റോർ റൂമിൽ കെട്ടി മൂല കൊണ്ട് വെച്ചേക്കേണ്ടത്. കൂട്ടാ വാങ്ങിച്ചോട്ട് മാവ് വാങ്ങിച്ചോട്. മാമ രണ്ടുപേർക്ക് മേടിച്ചു കൊടു. എനിക്കൊന്നും വേണ്ട. ഗൗരി വാ. പിള്ളേരെന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു കൊടുക്കാൻ കാര്യം പറ. അപ്പം അങ്ങ് മുങ്ങും. കൊറേ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, മതിയായി. ഇതിപ്പോഴേ ആരുടെയും സൈഡ് പറയാൻ പോണ്ട. ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അച്ഛന്റെ സൈഡിലും ഇല്ല അമ്മയുടെ സൈഡിലും ഇല്ല. ആ അങ്ങനെ മതി. എന്താണ് ഇവിടെ ചർച്ച? എനിക്ക് അഭിപ്രായം പറയാൻ പറ്റുന്ന വല്ല ചർച്ചയാണോ? മക്കളെ, ഗൗരിയമ്മയുടെ ശാർക്കരയില്ലേ? ഓ ശാർക്കര നമ്മുടെ ചിറങ്കിയുള്ള തിരുവനന്തപുരത്ത്. ആ പറയണം, അവിടെ അറിയാം. അവിടെ ഒരു വസ്തു തർക്കം. ആർക്ക് തമ്മില്? ഗൗരിയുടെ വല്യമ്മയും കുഞ്ഞമ്മയും തമ്മില്. ശരിക്ക് അവരുടെ മക്കള്, മൂത്ത മക്കള് തമ്മിലാണ് പ്രശ്നം. അവരിപ്പോ എവിടേക്കാണ്? അവരാ താമസം? മൂത്ത ആള് ഡെറാഡൂണില്, അടുത്ത ആള് അങ്ങ് ചെറാപ്പുഞ്ചിയില്. ചെറാപ്പുഞ്ചി. അല്ല അപ്പൊ ആരാണ് കേസ് ഫയൽ ചെയ്തത്? കേസ് കൊടുത്തത് നിന്റെ അച്ഛൻ ബാലേന്ദ്രൻ തമ്പി. ഇതോടെ എന്നെ പരാമർശിക്കാനായിട്ട് എന്താണ്? ഞങ്ങൾ ഇവിടെ നിന്ന് സംസാരിക്കായിരുന്നു. എന്ത് സംസാരിക്കായിരുന്നു? ഇല്ല, ഗൗരിയുടെ ശാർക്കരയില്ലേ? ഇവിടെ ചിറങ്ങിലുള്ള ശർക്കര. ഓ ആ അവിടെ ഒരു വസ്തു തർക്കം. ആരുമായിട്ട് വസ്തു തർക്കം? ഗൗരിയുടെ വല്യമ്മയും കുഞ്ഞമ്മയും തമ്മില്. വല്യമ്മ കുഞ്ഞമ്മ തമ്മില് വസ്തു തർക്കം. ഓ ആരാണത്? കേസ് കൊടുത്ത ആരാണ്? ശരിക്കും മൂത്ത മക്കള് തമ്മിലാണ് പ്രശ്നം. ആ മൂത്ത ഉണ്ടോ? അവര് കൂടെ മൂത്ത ഒരുത്തുണ്ട്. അവനാണോ കൊണ്ട് കേസ് കൊടുത്തത്? അവനാണോ കൊണ്ട് കേസ് കൊടുത്തത്? ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ അളിയന്റെ പേര് പരാമർശിച്ചത്. ഇവിടെ എന്താ അന്തം വിളിപ്പിക്കണത്? നിന്റെ അമ്മ പോയാ? നിന്റെ അമ്മയുടെ പോയി? നേരത്തെ പോയല്ലേ അമ്മയും പിള്ളേരും കൂടെ? ഞാൻ ഇവിടുന്ന് ഇറങ്ങണ പോയാണല്ലേ. ഓ ചേച്ചി പിള്ളേരെ കൊണ്ട് പോയാ? ഓ അത് കുറെ നേരം പോയി. നമ്മൾ അറിഞ്ഞില്ലല്ലോ. നിങ്ങൾ റൂമിലായിരുന്നു ആ സമയമാണ് പോയത്. എവിടെ പോയത്? പിള്ളേർക്ക് എന്താ ടോയ്സ് മേടിക്കാന്ന് പറഞ്ഞിട്ട് പോയത്. അവർക്ക് വേറെ വേലയില്ലേടേ. അത് ചേച്ചി പിള്ളേർക്ക് വല്ല ഐസ്ക്രീം അങ്ങനെ വാങ്ങിച്ചു കൊടുത്തിട്ട് വല്ല തട്ടിക്കൂട്ടി കളിപ്പാട്ടൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരും. പിള്ളേർ ശല്യം എടുത്തുകൊണ്ടേയിരിക്കും. ഇങ്ങോട്ടാണല്ലോ. ആരെന്ന് പോയി നോക്കട്ടെ. പെണ്ണിന്റെ സാരി തൂമ്പം പിടിച്ചോണ്ടി എപ്പ ഞാൻ സമ്മതിക്കാതെ.
വേഗം ഇറക്ക് ഇത്. വണ്ടി നിർത്തട്ടെ, വണ്ടി നിർത്തിട്ടല്ലേ ഇറങ്ങാൻ പറ്റുള്ളൂ. ഇതോടെ വീട്ടു സാധനങ്ങളാ എപ്പോഴാണ് കണ്ട രണ്ടെണ്ണത്തിന്റെ ഏ? അല്ലേ? ഇതൊക്കെ ഒന്ന് ഇറക്കേ. ഇറക്ക് ഇറക്ക് ഇറക്ക്. എന്തോ കടയിലുള്ള മുഴുവൻ സാധനം എടുത്തോണ്ട് വന്നാ നീ ഇറക്ക്. ദേ വാലു, അച്ഛാ കളിപ്പാട്ടം. ഏതാ ഫാന്റസി പാർക്ക് പൊളിച്ചടിക്കൊണ്ട് വന്നെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് 2000 രൂപ തന്നാടി നീ. അതുപോലെയാണോ പിള്ളേർ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോ? വിളിച്ചിറക്കടേ. കൊണ്ടുപോ. ഇറക്ക്. എന്റെ ദൈവമേ, ഇതൊക്കെ എന്തൊക്കെ ഇത് മാറിക്കൊണ്ട് വന്നിങ്ങനെ. വലി കൊണ്ടുപോയിക്കോ. ബോള് കല്ലൂരിനെ ബോൾ പിടിച്ചോ. ഇത് പൊട്ടിക്കണ്ടേ? എന്റെ ദൈവമേ. ഇത്രേ സാധനങ്ങളാ. കൊള്ളാം. പ്ലാസ്റ്റിക് വലിച്ചിളക്കിയിട്ട് അതിലിരുന്നോ. ചേച്ചി ഇത് എന്തോന്ന് കടകാലിയാക്കല് വല്ലതും ഉണ്ടായിരുന്ന? തന്നളിയാ തന്നെ വേണ്ട. ഇതെന്തോന്ന് ഇത്? കേശു എന്റെ അമ്മോ, ഇത് മീനാ ചാക നോക്കളിയാ. ദേ ഇത് കളിക്കാടാ. കളിച്ചോ. ഇത് എത്ര കിലോ വരെ താങ്ങും ഇത്? പ്ലാസ്റ്റിക് വലിച്ചിളക്ക്. ഇത് കളിക്കാം. അത് വലിച്ചിട്ട് മറ്റേ ഒരു ബോൾ പോലെ സാധനം ഉണ്ടാക്കിയിട്ടില്ല, അതിന്റെ അകത്ത് എല്ലാം കൂടെ വാരിയിട്ട് അങ്ങനെയാണ് കളിച്ചത്. ഇതിങ്ങനെ ചുമ്മാ വാരി എടുത്ത് എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഇത് പിള്ളേർക്ക് കളിക്കാൻ കൊണ്ടുവന്നേ. കളിക്കാം. പിള്ളേരെന്ന് പറയുമ്പോ ഇങ്ങോട്ട് പോവാൻ ദാ. ചാടുന്നത് പിള്ളേർക്ക്. അച്ഛാ എനിക്കും ചേട്ടാ എനിക്കും ചേട്ടാ ഇല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറെ നാളായി ബോൾ കളിച്ചിട്ട്. ഞാൻ അറിയല്ലോ. ഓ, എനിക്ക് തെറ്റിപ്പോയി. ആ, കളിപ്പാട്ടം വാങ്ങിയ ബിലാണല്ലേ? നീ എന്തിനു വാങ്ങിയിട്ട്? ഇരിക്കട്ടെ, പിള്ളേരല്ലേ, കളിക്കണ്ടേ. പിള്ളേർ കളിക്കണം, പ്രായത്തിൽ പിള്ളേർ കളിക്കണം. എന്നാലും വല്ലാത്തൊരു വാങ്ങിപ്പ് തന്നെ. മാലും പിള്ളേരൊക്കെ ചെറിയ പിള്ളേരല്ലേ. സത്യം പറഞ്ഞാൽ ഇവർക്ക് വളർന്ന് ഒരു 10-18 വയസ്സ് കഴിയുമ്പോൾ നമ്മൾ ഉണ്ടാവുമെന്ന് എന്താ ഉറപ്പ്? പാടിയാണ്, എനിക്കത് ആലോചിക്കാൻ പോലെ പോയി. അതൊക്കെ പോട്ടെ, എത്ര രൂപയായി? ഓ അതൊക്കെ 10,000 രൂപ കഴിച്ച എന്തായാലും. 15,000 രൂപ? എത്രയോ ആശയം നമ്മളെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്, എൻ്റെ കയ്യിൽ നിന്നാ. പിന്നെ മാത്രം നിങ്ങൾ എത്ര രൂപ എൻ്റെ കൊണ്ടാക്കി കളഞ്ഞിട്ടുണ്ട്? ലക്ഷങ്ങൾ. അതൊക്കെ പോട്ടെ, അതൊക്കെ പഴയ കഥകളല്ലേ. ഇനി വരുന്ന പൈസ എങ്ങനെ പോകണമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. എങ്ങനെ അല്ല, എങ്ങനെ പോകാതിരിക്കാം എന്നാണ് നമ്മൾ നോക്കേണ്ടത്. എന്നാലും കളിപ്പാട്ടം 15,000 രൂപ എന്നൊക്കെ പറയുമ്പോൾ ഓ എനിക്ക് വിഷമമൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചത് വെറും കളിപ്പാട്ടം. പക്ഷെ പിള്ളേർക്ക് അങ്ങനെയല്ലല്ലോ. പിള്ളേർക്ക് ഇത് സ്വർഗം കിട്ടിയ പോലെ ഇരിക്കും. ആ സന്തോഷം കണ്ട എന്തൊരു രസമായിരുന്നല്ലേ. ഇത് കരയണ ആര് വരണ്ട? നീ കണ്ടിട്ട് വെള്ളം എന്റെ കണിക്കൂടെ ഒരു വെള്ളവും വരണില്ല. പറഞ്ഞു കരയിപ്പിക്കാൻ നോക്കണ. ചെയ്തു പോയ അബദ്ധം തോന്നുന്നുണ്ടോ? അബദ്ധമൊന്നും തോന്നണ ഒരു കാര്യം ഞാൻ ചെയ്യാറില്ല. ബാലേ,
ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോ 10,000 രൂപ കഴിഞ്ഞല്ലോ വാങ്ങിക്കേ, 10,000 കഴിഞ്ഞല്ലോ. അതിന്റെ ഒരു പകുതി, ഒരു 7,500 രൂപ ഇപ്പൊ വേണ്ട, അടുത്ത മാസം 3-ാം തീയതിക്കുള്ളിൽ മതി. തരാൻ പറ്റും? എന്തിന് അടുത്ത മാസം 3-ാം തീയതിക്കുള്ളിൽ? ഇപ്പൊ തന്നെ തരാമല്ല. ആണോ അതെന്താ പറയുന്നേ? കണ്ണടച്ചാൽ മതി, തരാം. കണ്ണടക്കി ഇല്ലാത്ത പൈസ ഉണ്ടാക്കി പിള്ളേർക്ക് കളിപ്പട്ട വാങ്ങിച്ചിട്ട് എൻ്റെ ഇത് പകുതി പൈസ തരാനാ. അല്ല പിന്നെ പിള്ളേർ ഇത്രയും പൈസ 10,000 രൂപയ്ക്കും പിന്നെ കളിപ്പട്ട വാങ്ങിച്ചിട്ട് എൻ്റെ ഇത് പകുതി പൈസ തരാനാ. പിള്ളേർക്ക് വേറെ സാധനം മേടിച്ചമ്മ കൊച്ചുങ്ങൾക്ക് വാങ്ങിച്ചത് അതോടെ തന്നെ അടക്കുക. വേളയാ, നീ നിന്റെ ചേച്ചി നിന്റെ വീട്ടുകാരും കുടുംബക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ജോലി തൊഴിലെന്ന്. അതുകൊണ്ട് ഞാൻ ഇതും വെച്ച് എവിടെയും കളിച്ചോണ്ടിരിക്കുക. അത് കൊള്ളാലോ. അളി പുതിയാണ് കേട്ടാ. ശ്രീകുട്ടാ, നിനക്കൊരു സാധനം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. നിനക്കൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. എനിക്കോ? എന്തോ ഗിഫ്റ്റ്? നീ ഗസ് ചെയ്യ്. ഡ്രസ് ഓർ സൺഗ്ലാസ്? നോ. സ്മാർട്ട് വാച്ച്? വളരെ പണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് നീ ഒരുപാട് കാലം ഉപയോഗിച്ചുകൊണ്ട് നിന്ന ഒരു സാധനം. ഞാൻ പറയട്ടെ. പൊത്ത നിക്കർ. അറിയുണ്ടാ? ഉപയോഗിച്ചുകൊണ്ട് നടന്നിരുന്നതാ. എന്തോന്ന് ചുമ്മാ ചിരിപ്പിക്കാതെ ചുമ്മാ എന്നാ തരാം. നല്ല ടോൺ ഉണ്ട്. ഗൾഫിൽ നിന്ന് അതിന്റെ ജോലിയൊന്നും ഇല്ലല്ലേ, എവിടെയെങ്കിലും പോയി ഇരിക്കാൻ വേണ്ടിയാണ് കൊണ്ടുവന്നത്. ഒന്ന് പോളിയത് ഇതിന്റെ തുടങ്ങണം അങ്ങോട്ട്.